കാര്യം ചേച്ചി ഈ വീട് ഉണ്ടാക്കി തന്ന ആൾക്കടുത്ത് പറഞ്ഞായിരുന്നോ? രേണു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കടന്നതിന് ശേഷം ആദ്യമായി ട്രിഗർ ആവുന്ന ഒരു നിമിഷങ്ങളിലൂടെ കടന്നുപോയിരിക്കുകയാണ്. എന്തായാലും നമ്മളിത് പ്രതീക്ഷിച്ച് തന്നെയാണ് ഇരുന്നത്. അതിനു മുമ്പ് തന്നെ എല്ലാവരും കയറി രേണുവിനെ ഒന്ന് ചൊറിഞ്ഞായിരുന്നു തലവേദനയുടെ പേരും പറഞ്ഞുകൊണ്ട്. അന്നേരം അവളുടെ കള്ളക്കളിയെല്ലാം എല്ലാവരും കണ്ടതാണ്. ആദ്യം തലവേദനയാന്ന് പറഞ്ഞ് പിന്നെ കിടന്നു, പിന്നെ എഴുന്നേറ്റ് പോയപ്പോൾ ഒരു ഗുരുവില്ലാതെ എഴുന്നേറ്റ് ഓടി നടക്കുകയാണ്. പിന്നെ തലവേദന ഇല്ലേന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തലവേദന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അയ്യോ എൻ്റെ തല പൊട്ടിപ്പോവാണേന്ന് പറഞ്ഞ് കിടന്ന് കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. എന്നാൽ ഇന്ന് എല്ലാവരും ഒന്നിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പം അതിലെ ചോദിക്കുകയാണ്, ചേച്ചി എനിക്ക് പുറത്തെ ഒരു കാര്യമാണ്, ചേച്ചിക്ക് ഓക്കെ ആണോ, അത് സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കുഴപ്പമില്ല ചോദിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി ചോദിക്കുകയാണ്, ചേച്ചിയുടെ വീടിൻ്റെ ചോർച്ചയെക്കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത് മീഡിയക്കാർ ചേച്ചിയോട് ചോദിച്ചത് ചേച്ചി പറഞ്ഞിട്ടാണോ അവർ ചോദിച്ചത് എന്ന് ചോദിക്കുമ്പം രേണു പറയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. മീഡിയക്കാരായ വ്യക്തികൾ എൻ്റെ വീട്ടിൽ അതിനു മുമ്പ് വന്നപ്പം അവരുടെ മേത്തേക്ക് വെള്ളം വീണു, അതുകൊണ്ട് പിന്നീട് എന്നെ കണ്ടപ്പോൾ അക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചതാണെന്നാണ് രേണു പറയുന്നത്. എന്നാൽ വാസ്തവം എല്ലാവർക്കും അറിയാം, രേണു അയാളോട് ചോദിപ്പിച്ച ചോദ്യമാണെന്നും എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ വിഷയം അങ്ങ് എല്ലാവരും എടുത്ത് ചർച്ച ചെയ്തു കഴിഞ്ഞാൽ സ്വയം നാറുമെന്ന് മനസ്സിലായ രേണു എന്ത് ചെയ്തു, എന്തിനാണ് പുറത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്നും ചോദിച്ചുകൊണ്ട് അവിടെ വേറൊരു ഷോ അങ്ങോട്ട് ഇറക്കി. അതിലൊരു പോയിന്റ് വെച്ചു, ചേച്ചി ഇത് ഞാൻ ചേച്ചിയുടെ പെർമിഷൻ എടുത്തിട്ടല്ലേ ചോദിച്ചേ എന്ന്. അത് സത്യമാണ്, ആ കുട്ടി ആദ്യം പെർമിഷൻ എടുത്തിട്ടാണ് ചോദിക്കുന്നത്. അത് ഓക്കെയാണ്, ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് സംസാരം തുടങ്ങിയത്. പിന്നീട് ആ ടോൺ അങ്ങ് മാറുമായിരുന്നു. അതിനെ ഉറഞ്ഞങ്ങോട്ട് തുള്ളുന്ന രേണുവിനെയാണ് കണ്ടത്. എൻ്റെ ഇഷ്ടമാണ്, എനിക്ക് നിങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചാലും അതിനൊരു പോയിന്റ് ഉണ്ട് സംസാരിക്കാൻ എന്ന് പറയുമ്പോൾ വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ചോദിച്ചു അനുമോള്. ചേച്ചി ഒരാൾക്ക് ഒരു വീട് വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരാൾ നിങ്ങൾക്ക് വീട് വെച്ച് തരുമ്പോൾ അവരെക്കുറിച്ച് ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കുറ്റം പറയുന്നത് ശരിയാണോ? അതിന് പകരം നിങ്ങൾക്ക് അവരെ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്ത് കൂടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അനു കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ചോദിച്ചത്. അത് നമ്മളും പറയാൻ ആഗ്രഹിച്ചതും ചോദിക്കാൻ ആഗ്രഹിച്ച കാര്യം ഇതൊക്കെ തന്നെയാണ്. അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായത്. അങ്ങനെ വാലിഡായിട്ടുള്ളൊരു കാര്യം ചോദിക്കുമ്പം അനുവിനോട് പറയാണ്, ഞാനാണ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചത്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു അവരോട് പറഞ്ഞു മടുത്തു, അതുകൊണ്ടാണ് പബ്ലിക്കായിട്ട് വന്ന് പറഞ്ഞത് എന്നാണ് പറയുന്നത്. അവസാനം അനു അവിടെ സംസാരം നിർത്തിയെങ്കിലും ഉറഞ്ഞു തുള്ളുന്ന രേണുവിനെയാണ് പിന്നെ കണ്ടത്. എന്തായാലും ഞാൻ ഫ്ലവർ അല്ല ഫയറാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പയർ പോലെ അവിടെ ഇരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. രേണുവിൻ്റെ ഇനിയും കള്ളക്കളികളൊക്കെ ഇനി പുറത്ത് വരാനേ കിടക്കുന്നേ ഉള്ളൂ. ഓരോരുത്തരായിട്ട് ചൊറിഞ്ഞത് പുറത്തെടുക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. രേണു കരുതി കൂട്ടിയിരിക്കുക. പിന്നെ രേണുവിൻ്റെ PR ആൾക്കാരുകളൊക്കെ ഒരുപാട് വീഡിയോസിനൊക്കെ താഴെ വന്ന് ഒരുപാട് മെസ്സേജുകളൊക്കെ ഇടുന്നുണ്ട്. രേണു ഗെയിം കളിക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. രേണു ഗെയിം കളിക്കണം എന്നാണ് പറയുന്നത്. ഞാൻ എന്ത് വലിയ സംഭവമാണ്, ബിഗ് ബോസ് എൻ്റെ താലപ്പൊലിയിട്ട് ആനയിച്ച് ഇവിടെ കൊണ്ടുവന്നതാണ്, അതുകൊണ്ട് എനിക്ക് ഗെയിം ഒന്നും കളിക്കണ്ടെന്ന് പറഞ്ഞ് കുത്തിരിക്കാൻ പോയതല്ല രേണു ഗെയിം കളിക്കാൻ പോയത്. അപ്പൊ രേണു കൃത്യമായിട്ട് ഗെയിം കളിക്കണം എന്നാണ് ഞങ്ങളും പറയുന്നത്. എന്നാലാണ് കുറച്ച് കാര്യങ്ങളൊക്കെ സത്യങ്ങളൊക്കെ പുറത്തോട്ട് വരത്തുള്ളൂ. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപേണ അറിയിക്കുക.